സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കൃഷി സംബന്ധമായ ഒരു സദ്വാർത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് അപ്പർ കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പർ കുട്ടനാടിലെ പുളിക്കീഴ് ബ്ലോക്കിന് കീഴിൽ 5 പഞ്ചായത്തുകളാണുള്ളത്. ഒന്ന് കടപ്ര പഞ്ചായത്ത്, നിരണം പഞ്ചായത്ത്, നെടുമ്പുറം പഞ്ചായത്ത്, പെരിങ്ങര പഞ്ചായത്ത്, കുറ്റൂർ പഞ്ചായത്ത്. ഈ 5 പഞ്ചായത്തുകൾ കൂടി അപ്പർ കുട്ടനാട്ടിലെ കർഷകരുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നതിനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വിദഗ്ധ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ മന്ത്രാലയം, കേന്ദ്ര അഗ്രികൾച്ചർ മന്ത്രാലയം 10,000 FPOകളെ രൂപീകരിക്കാനും അവരെ കൊണ്ടു നടക്കാനും, അതായത് ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ കൊണ്ടു നടക്കാനും, അവരെ സ്വയം പര്യാപ്തമാക്കുന്നവരെ അവരെ സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. FPO എന്ന് പറഞ്ഞാൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്. അപ്പോൾ അത് 2 തരത്തിലുണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ കീഴിലുള്ള ഓർഗനൈസേഷനുകളും മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും, അതായത് മറ്റ് വ്യവസായ കമ്പനികളെ പോലെ തന്നെ കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇതിന് ഒരു ചരിത്രമുണ്ട്. കാരണം സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ, അതായത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു വലിയ നിലയിലേക്കുള്ള, അന്നത്തെ പട്ടിണി ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർ സ്വാമിനാഥൻ്റെ കീഴിൽ ഒരു വലിയ കാർഷിക വിപ്ലവം നടന്നു. എന്നാൽ അതുകൊണ്ട് അതിന് വലിയ രീതിയിൽ ഫലം കാണുകയും ചെയ്തു. എന്നാൽ അത് കർഷകരുടെ ദാരിദ്ര്യത്തെ കുറയ്ക്കാനോ അവരുടെ കഷ്ടപ്പാടുകളെ കുറയ്ക്കാനോ അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി അത് പ്രവർത്തിച്ചില്ല. അല്ലെങ്കിൽ കർഷകരുടെ ദുരിതങ്ങൾ എക്കാലവും അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു പ്രവണതയാണ് പിന്നീട് കണ്ടുവരുന്നത്. ഇതിന് പരിഹാരം എന്നോണമാണ് കോർപ്പറേറ്റ് ഫാമിംഗ്. അതായത് കർഷക സംഘങ്ങൾക്ക് കർഷകരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ കർഷകർക്ക് വിപണി അറിയില്ല. കർഷകരുടെ ജീവിത കഥകൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കോർപ്പറേറ്റ് ഫാമിംഗ് എന്ന ആശയത്തിലേക്ക് വരാനിടയായി. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ ബേക്കറി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഈ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെയുള്ള ഒരു യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഇത്ര വലിപ്പം കിട്ടുന്ന ഉരുളക്കിഴങ്ങ് വേണം. ആ ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ട് അവർ കർഷകരെ സമീപിക്കുന്നു. വിത്ത് ഈ കമ്പനി നൽകുന്നു, വളം ഈ കമ്പനി നൽകുന്നു, നടുന്നതിനും വളർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവർ കൊടുക്കുന്നു. ഈ ട്രെയിനിങ് വെച്ചിട്ട് അവർ ഈ കൃഷി ചെയ്ത് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങ് ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കാമെന്നുള്ള കരാറോടുകൂടി കമ്പനി അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർ കൃഷി ചെയ്യുന്നു, ഇവർ വാങ്ങുന്നു. ഇതിനിടയ്ക്ക് പ്രകൃതിക്ഷോഭവും മറ്റു കാര്യങ്ങളും ഉണ്ടായാൽ ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് കിട്ടുന്നു. കർഷകർക്ക് നഷ്ടമുണ്ടാകുന്നില്ല. അങ്ങനെയുള്ള വലിയ കർഷക കൂട്ടങ്ങൾ ഉണ്ടാവുകയും ഈ കർഷകർക്കൊക്കെ ക്ഷേമം ഉണ്ടാവുകയും അങ്ങനെയുള്ള കർഷക കൂട്ടങ്ങളെ ഒരു സാമൂഹിക ചുമതലയുടെ ഭാഗമായി അവരുടെ കുട്ടികൾക്കുള്ള പഠന സഹായം, അവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഈ കമ്പനി എടുത്തു കൊടുക്കും. ഈ ഒരു മാതൃക വളരെയധികം കർഷകർക്ക് ക്ഷേമം ഉണ്ടാകുന്നത് മനസ്സിലായി. അത്തരം മാതൃകകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോർപ്പറേറ്റ് ഫാമിംഗ് കൺസെപ്റ്റുകൾ വരുന്നത്. എനിക്ക് തോന്നുന്നു 2013 മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ കീഴിൽ ഈ കർഷകർക്ക് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്ന കമ്പനികൾ നിലവിൽ വരും. അപ്പോൾ ഇത്തരം കമ്പനികൾ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം, ഇന്ത്യ ഒട്ടാകെയുള്ള 10,000 ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളെ സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ പദ്ധതിയുടെ ഭാഗമായിട്ട്, സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ കീഴിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് ഏകതാ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. പുളിക്കീഴ് ബ്ലോക്ക് ആണ് അതിൻ്റെ ആസ്ഥാനം. പുളിക്കീഴ് കടപ്ര ആണ് അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ കീഴിൽ ഇപ്പോൾ ഏകദേശം 320, ഈ 5 പഞ്ചായത്തുകളിൽ നിന്നായിട്ടുള്ള 320 കർഷക സുഹൃത്തുക്കൾ ഇതിനകത്ത് ഷെയർ കൊടുത്തിട്ടുണ്ട്. ഒരു ഷെയറിന് 1000 രൂപ നിരക്കിൽ 2 ഷെയറുകളാണ് ഇപ്പോൾ കമ്പനി കൊടുക്കുന്നത്. ഡയറക്ടർ ബോർഡ് തീരുമാനമനുസരിച്ച് കമ്പനിക്ക് 10 ഡയറക്ടർ ബോർഡ് മെമ്പർമാരുണ്ട്. ഈ 2 ഷെയർ കൊടുക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സർക്കാർ SFAC ആണ് നമ്മളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത്. സ്മോൾ ഫാർമേഴ്സ് അഗ്രി കൺസോർഷ്യം എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ കീഴിലുള്ള പ്രസ്ഥാനമാണ് നമ്മളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഇവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. MBA ബിരുദധാരിയായിട്ടുള്ള ഒരു CEO നമുക്ക് നിങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഓഫീസിൽ ഉണ്ട്. അക്കൗണ്ടൻ്റ് ഉണ്ട്, മറ്റ് അനുബന്ധ സ്റ്റാഫുകളുണ്ട്.
നമുക്ക് ഓഫീസിന് വേണ്ട ബിൽഡിങ്ങിൻ്റെ വാടക, ബിൽഡിങ്ങിന് വേണ്ട ഫർണിച്ചർ, ഇതൊക്കെ സർക്കാരാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ജില്ലയിലുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെയൊക്കെ ചെയർമാൻ ജില്ലാ കളക്ടറായിരിക്കും. കമ്പനിക്ക് സ്വന്തം നിലയിൽ ലോണുകൾ എടുത്ത് സ്ഥാപനങ്ങൾ തുടങ്ങുക, ഭക്ഷണങ്ങൾ ഈ കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുക, ഫ്രീസിങ് യൂണിറ്റുകൾ സ്ഥാപിക്കുക, സ്ഥാപനങ്ങൾ തുടങ്ങുക, മെഷീനറികൾ വാങ്ങുക, ട്രാക്ടർ മറ്റുള്ള മെഷീനറികൾ നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് വാങ്ങുക, അതുപോലെ തന്നെ കാലിത്തീറ്റ, വളം, കീടനാശിനി തുടങ്ങിയവരുടെ ഹോൾസെയിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക. ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ബാങ്ക് മുഖേന, ലീഡ് ബാങ്ക് മുഖേന നോൺ മോർഗേജ് ലോണായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കർഷകരായിട്ടുള്ള മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനും എന്തൊക്കെ പദ്ധതികളുണ്ടെന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ലോണുകൾ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസ് പ്രവർത്തിക്കും.